ഞാൻ, ചേച്ചി, മിന്നു, പിന്നെ ഞങ്ങളുടെ സജീവമി. ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ഓണോ വിഷു ഒക്കെ വരുന്ന പോലെയാണ്. വർഷത്തിൽ ഒരു ദിവസം, മാക്സിമം 2 ദിവസം. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ സ്പെഷ്യലാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, എപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആരേലും തമ്മിൽ എന്തേലും വഴക്കല്ല സൗന്ദര്യപ്പിണക്കം. വെൺമണി എത്തിയപ്പോൾ ചേച്ചിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആകെ കുറച്ചു നേരം ബാഗ് തൂക്കിയുള്ളെങ്കിലും ഷോൾഡർ വേദനയെന്ന് പറഞ്ഞ് ചേച്ചി ബാഗ് എന്റെ കയ്യിലോട്ട് ഭീഷണിപ്പെടുത്തി തന്നു. പിന്നെ പാവമാണല്ലോ, അതുകൊണ്ട് എന്റെയും ചേച്ചിയുടെ 2 ബാഗ് ഞാൻ തന്നെ തൂക്കി. പറയേണ്ട കാര്യമില്ല. എന്നാലും ഈ പട്ടി വെൺമണിയുടെ എല്ലാമാണെന്ന് മിന്നു പറയാൻ പറഞ്ഞു. എന്റെ ചേച്ചി എന്റെ കയ്യിൽ നിന്ന് ബാഗും വാങ്ങി ഇത്ര എളിമയോട് പറയുന്നത് തൈര് വാങ്ങിച്ചുകൊണ്ട് വരാനോ. ആ മുഖത്തോട്ട് നോക്കി എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരില്ല എന്ന് പറയും. ഞങ്ങൾ 3 ഒരുമിച്ചാണ്. ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കും. എന്തായാലും ഞാനും മിന്നും പോയി തൈര് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ ഇതാ ചേച്ചി കാല് മാറി. വീണ്ടും ബാഗ് എന്റെ കയ്യിലോട്ട് തന്നെ. പക്ഷെ ഇത്തവണ ചേച്ചിയുടെ ബാഗ് എന്റെ കയ്യിലോട്ട് തന്നെങ്കിലും എന്റെ ബാഗ് ചേച്ചി മേടിച്ചു പിടിച്ചു. പോകുന്ന വഴിക്ക് മുഖത്തോട്ട് കുറച്ച് വെട്ടടിച്ചപ്പോഴേക്ക് സൂര്യന്റെ കീഴിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുപ്പായി, വീഡിയോ എടുപ്പായി. പിന്നെ ആർക്കും ബാഗും വേണ്ട, സാധനങ്ങളും വേണ്ട. മിന്നു കുറെ നേരം പൊന്നാകരലെന്ന് പറഞ്ഞ് കൈ കൊണ്ടുവരുന്ന സീതപ്പഴം ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ എടുത്തു. പിന്നെ അമ്മയും ചേച്ചിയും എന്റെ നേരെ തിരിഞ്ഞെന്ന് മാത്രമല്ല എന്റെ സീതപ്പഴം വാങ്ങിച്ചു വെച്ചു. അമ്മയാണ് ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, തീറ്റയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പോകുന്ന വഴിക്ക് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇതാണ് ഗൈസ് എന്റെ ചേച്ചിയുടെ പൂന്തോട്ടം. ബാക്കിയുള്ള ചെടികളൊക്കെ കരിഞ്ഞു പോയി, എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാവരും മിഴിച്ചു നിൽക്കുന്നത് എന്ത് സാധനമെന്ന് അറിയാത്തതുകൊണ്ടാണ്. എന്താണോ എന്തോ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.